ഇത്രയും കാലം ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. എന്ത് തോന്നിവാസവുമാകാമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൈവശമുള്ള കെട്ടിടം വട്ടിയൂർക്കാവ് എം.എൽ.എ. വി കെ പ്രശാന്ത് തുച്ഛമായ വാടക പോലും കൊടുക്കാതെ ഓഫീസായി ഉപയോഗിക്കുകയായിരുന്നു. മുൻ മേയറായിരുന്നതിന്റെ ധാർഷ്ട്യം കൂടിയാവും പ്രശാന്തിൻ്റെത്. എന്തായാലും ശാസ്തമംഗലം കൗൺസിലർ ആ ശ്രീലേഖ കള്ളി വെളിച്ചത്താക്കി. കൗൺസിലർക്ക് ഓഫീസായി ഉപയോഗിക്കാൻ ആ കെട്ടിടം വിട്ടുതരണമെന്ന് അഭ്യർത്ഥിച്ചു. അഭ്യർത്ഥനയെ പ്രശാന്ത് ആക്രോശമാക്കി. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു. ആരും അറിയാതെ ഒഴിഞ്ഞുകൊടുത്ത് മാന്യം മര്യാദയ്ക്ക് ഇറങ്ങിപ്പോവേണ്ട പ്രശാന്ത് ഇപ്പോൾ സ്വയം അപഹാസ്യനായി. പ്രശാന്ത്, ഇനിയും നാറാതെ ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലേ ഭംഗി? എന്തിനാണ് ഈഗോ? ഇത് ഞാൻ പറഞ്ഞതാണെന്ന് ആരും വിചാരിച്ചു കളയല്ലേ. ഞാൻ പറഞ്ഞതല്ല. മലയാളത്തിൻ്റെ അർണോബ് ഗോസ്വാമി എന്ന വിളിപ്പേരിനുടമയായ മാധ്യമലോകത്തിൽ തീ പടർത്താൻ കഴിവുള്ള മാധ്യമപ്രവർത്തകൻ എന്ന് പറയപ്പെടുന്ന അനിൽ നമ്പ്യാരുടെ വാക്കുകളാണ്. സംഭവം വട്ടിയൂർക്കാവ് എം.എൽ.എ. വി കെ പ്രശാന്തും തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലം ഡിവിഷനിലെ കൗൺസിലറായ ആർ ശ്രീലേഖ മുൻ IPS തമ്മിലുള്ള ഓഫീസ് പ്രശ്നത്തിൽ പുള്ളിക്കാരൻ കയറി ഇടപെട്ടതാണ്. സംഘി അനുകൂലമായ വിഷയങ്ങൾ എവിടെ കണ്ടാലും അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഒരു സംഘിയുടെ കർത്തവ്യം. അത് അവരുടെ രാഷ്ട്രീയ മാനിഫെസ്റ്റോയിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സംഘിയാകുന്ന ഓരോ വ്യക്തിയും പ്രതിജ്ഞ ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ച കാര്യങ്ങളാണത്. അതുകൊണ്ട് മാത്രം അനിൽ നമ്പ്യാരുടെ വാക്കുകളും ശരിവയ്ക്കാൻ കുറച്ചുപേർ കാണും. അങ്ങനെയുള്ളവർ അനിൽ നമ്പ്യാർ എഴുതുന്നതിൻ്റെ അടിയിൽ വന്ന് മിസൈൽ മുതൽ റോസാപ്പൂ വരെയുള്ള സ്റ്റിക്കറുകൾ പതിക്കുകയും ചെയ്യും. ഇത്തരക്കാരുടെ സ്റ്റിക്കറുകളും മിസൈലുകളും വടിവാളുകളും ഒക്കെ കണ്ട് കോൾമേർ കൊള്ളുന്ന നമ്പ്യാരെ പോലുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കാൻ പ്രചോദിതരാകും. അങ്ങനെ പ്രചോദിതനായ അനിൽ നമ്പ്യാരാണ് വി കെ പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള ശാസ്തമംഗലത്തെ ഓഫീസ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഓഫീസ് വിഷയത്തിൽ പല കഥകളും നമ്മൾ കേട്ടു. കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് അവകാശപ്പെട്ട ബിൽഡിങ്ങിൽ എം.എൽ.എ. അനധികൃതമായി ഓഫീസ് പ്രവർത്തിപ്പിക്കുകയാണെന്ന് ഒരു വിഭാഗം പറയുന്നു. കോർപ്പറേഷൻ കെട്ടിടങ്ങൾ കോർപ്പറേഷൻ കൗൺസിലർമാർക്കുള്ളതാണെന്നും അല്ലാതെ എം.എൽ.എമാർക്കുള്ളതല്ലെന്നും മറ്റൊരു കൂട്ടർ പറയുന്നു. ഇത്രയും കാലം എം.എൽ.എ. അനധികൃതമായി കോർപ്പറേഷൻ കെട്ടിടത്തെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് മറ്റൊരു കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു. ഇക്കൂട്ടത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം പെണ്ണൊരുത്തി ഒരുങ്ങിയിറങ്ങി തിരുവനന്തപുരം ഇനി നന്നാകും എന്ന സാധനമാണ്. എന്തായാലും വാർഡ് കൗൺസിലറും എം.എൽ.എയും തമ്മിലുള്ള ഓഫീസ് വിവാദം അത്യാവശ്യം നല്ല റീച്ചോട് കൂടി തന്നെ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ കുറച്ച് വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഈ വിവരങ്ങൾ എത്തിയപ്പോഴാണ് ഈ സംഭവത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു കഥയും ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നമ്മൾ ആശ്ചര്യപ്പെടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് അവരുടെ വാർഡ് പരിധിക്കുള്ളിൽ കോർപ്പറേഷൻ വക കെട്ടിടം ഉണ്ടെങ്കിൽ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാൻ ഒരു ചെറിയ ഓഫീസ് സ്പേസ് അനുവദിക്കുകയോ അതിന് കഴിയുന്ന സാഹചര്യമില്ലെങ്കിൽ കൗൺസിൽ ഓഫീസ് പ്രവർത്തിക്കാൻ പ്രതിമാസം 8,000 രൂപ കോർപ്പറേഷൻ്റെ തനത് ഫണ്ടിൽ നിന്ന് അനുവദിക്കുകയോ ചെയ്യാമെന്നൊരു തീരുമാനം നിലവിലുണ്ട്. എപ്പോഴാണ് ഈ തീരുമാനമെടുത്തത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അനിൽ നമ്പ്യാർ സാറേ, സാറിനറിയാമോ? അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ആ തീരുമാനം എടുത്തത് വി കെ പ്രശാന്ത് തിരുവനന്തപുരം മേയർ ആയിരുന്നപ്പോഴാണ്. ഇത്തരമൊരു സൗകര്യം കേരളത്തിലെ ബാക്കി 5 കോർപ്പറേഷനുകളിലോ മുനിസിപ്പാലിറ്റികളിലോ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലോ ഇല്ല. സത്യം. പ്രശാന്തിൻ്റെ കാലത്ത് തിരുവനന്തപുരത്ത് എടുത്ത തീരുമാനത്തിൻ്റെ തുടർച്ചയിൽ മറ്റു കോർപ്പറേഷനുകളിൽ ഈ കൗൺസിലർ ഓഫീസുകൾ വാടകയ്ക്കെടുക്കാൻ പ്രതിമാസം 5,000 രൂപ വരെ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, കോർപ്പറേഷൻ വക കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളിൽ സൗജന്യ ഓഫീസ് സ്ഥലം മറ്റെവിടെയും അനുവദിച്ചിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്ന കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ വാടക ഈടാക്കിയാണ് ഉപഭോക്താക്കൾക്ക് അനുവദിക്കുന്നത്. ആ നിലയിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ കോർപ്പറേഷന് വാടക നൽകി വട്ടിയൂർക്കാവ് എം.എൽ.എയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ടടുത്ത മുറി ശ്രീലേഖയുടെ മുമ്പുണ്ടായിരുന്ന BJP കൗൺസിലറും സൗജന്യമായി ഓഫീസ് ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നു. ഇതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ശ്രീലേഖയ്ക്ക് മുൻ കൗൺസിലർ സൗജന്യമായി ഉപയോഗിച്ചിരുന്ന മുറി പോരാ എന്നുള്ളതാണ് പ്രശ്നം. പകരം മണ്ഡലം എം.എൽ.എ. വി കെ പ്രശാന്ത് വാടക നൽകി ഉപയോഗിക്കുന്ന എം.എൽ.എ. ഓഫീസ് മുറി ഒഴിപ്പിച്ചെടുത്ത് ഉപയോഗിക്കണം എന്ന ആവശ്യവുമായി ശ്രീലേഖ രംഗത്ത് വന്നതാണ് വിവാദമായത്. കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ അല്ലേ? ഇനി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം കൂടി പറയാം.
പൊതുവിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളെ വാർഡുകളിലെ ജനങ്ങൾ അവരുടെ വീടുകളിൽ പോയോ തദ്ദേശ സ്ഥാപനത്തിൽ വെച്ചോ കാണാറാണ് പതിവ്. തിരുവനന്തപുരത്ത് കൗൺസിലർമാർക്ക് ഓഫീസുകൾ ഉണ്ടെങ്കിലും പലതും ദിവസവും തുറക്കുക പോലും പതിവില്ല. കാരണം കൗൺസിലർക്ക് ഓഫീസിൽ വന്നിരിക്കാൻ നേരം കിട്ടില്ല. രാവിലെ വീട്ടിൽ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കും, പിന്നാലെ വാർഡിൽ ഒരു ഓട്ടപ്രദർശനം നടത്തി അതിനു പിന്നാലെ കോർപ്പറേഷൻ ഓഫീസിലും മറ്റ് പരിപാടികളുമായി അവർ തിരക്കിലായിരിക്കും. സംസ്ഥാന പോലീസിലെ ഉന്നത പദവിയിൽ പഞ്ചനക്ഷത്ര സൗകര്യത്തിൽ വിരാജിച്ചിരുന്ന ഒരു അരിസ്റ്റോക്രാറ്റിക് ഉദ്യോഗസ്ഥ ഓഫീസിലും വീട്ടിലും 2-3 ഓർഡർലിമാർ ഒക്കെയായി മതിച്ചു നടന്ന ആൾക്ക് കോർപ്പറേഷൻ കൗൺസിലർ എന്ന നിലയിൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കേൾക്കാനായി സ്വന്തം വീടിൻ്റെ ഉമ്മറം പറ്റില്ല. ഈ വിവാദത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതാണ്. കോർപ്പറേഷൻ കൗൺസിലർക്ക് ഇരിക്കാൻ കോർപ്പറേഷൻ വക കെട്ടിടത്തിൽ സൗജന്യമായി പഞ്ചനക്ഷത്ര ഓഫീസ് സൗകര്യം വേണമെന്നാണ് ആവശ്യം. ആ വാർഡിലെ ജനങ്ങൾ തന്നെ അവിടെ വന്ന് കണ്ടാൽ മതി എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ശാസ്ത്രമംഗലത്തെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇങ്ങനെ തുടർന്നു പോകുന്നതിനിടയിലാണ് സംസ്ഥാനത്തെ MLAക്ക് ലഭിക്കുന്ന ശമ്പളം, DA, ഓഫീസ് അലവൻസ്, TA തുടങ്ങിയ കണക്കുകളുമായി സംഖ്യകൾ ഇറങ്ങിയത്. സർക്കാർ MLAക്ക് മണ്ഡലം ഓഫീസ് അലവൻസ് കൊടുക്കുന്നത് കൊണ്ട് MLA വാടക നൽകി ഉപയോഗിക്കുന്ന ഓഫീസ് സ്പേസ് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് സംഖ്യകൾ എന്ന് പറയപ്പെടുന്നവരുടെയും സംഖ്യകളെന്ന് അഭിനയിക്കുന്നവരുടെയും ആവശ്യം. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, മണ്ഡലത്തിലെ ഓഫീസ് പ്രവർത്തിപ്പിക്കാനുള്ള അലവൻസാണ് സർക്കാർ MLAമാർക്ക് നൽകുന്നത്. ആ പൈസ കൊണ്ട് ഓഫീസ് വാടക, കറണ്ട്, വെള്ളം, ടെലഫോൺ, ആനുകാലികങ്ങളുടെ വരിസംഖ്യ, ഇൻ്റർനെറ്റ്, പ്രിന്റിംഗ് സ്റ്റേഷനറി, മറ്റു ഓഫീസ് ചെലവുകൾ, 2 ജീവനക്കാരുടെ ശമ്പളം, ഡ്രൈവറുടെ ശമ്പളം, MLA ഓഫീസിൽ വിവിധ നിവേദനങ്ങളും പരാതികളുമായി എത്തുന്നവരുടെ പ്രശ്ന പരിഹാരങ്ങൾക്കായുള്ള ഓഫീസ് സ്റ്റാഫുകളുടെ യാത്രാ ചെലവുകളെല്ലാം മണ്ഡലം ഓഫീസ് അലവൻസിൽ നിന്ന് വഹിക്കണം. ഭാരിച്ച തുക ഒന്നും മണ്ഡലം അലവൻസായി നൽകാറില്ല. സംസ്ഥാനത്തെ പല LDF, UDF MLAമാരും സ്വന്തം വീടിൻ്റെ ഒരു മുറിയോ അല്ലെങ്കിൽ അവരുടെ മണ്ഡലത്തിലെ പാർട്ടി ഓഫീസിൻ്റെ ഒരു മുറിയോ ആയിരിക്കും മണ്ഡലം ഓഫീസായി ഉപയോഗിക്കുന്നത്. തൃപ്പൂണിത്തുറ MLA ആയ K. ബാബു മന്ത്രിയായിരുന്നപ്പോൾ സ്വന്തം വീടിൻ്റെ ഡ്രോയിങ് റൂം ആയിരുന്നു മണ്ഡലം ഓഫീസായി ഉപയോഗിച്ചിരുന്നത്. മണ്ഡലം ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ തുക ഓഫീസ് ചെലവുകൾക്കായി MLAമാർക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് TA ഇനത്തിൽ കിട്ടുന്ന തുകയിൽ നിന്നും ശമ്പളത്തിൽ നിന്നും ഒക്കെയാണ് MLAമാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ CPI MLAമാർക്ക് ലഭിക്കുന്ന ശമ്പളം പൂർണ്ണമായി അവർക്ക് ലഭിക്കുകയില്ല. കാരണം ശമ്പളത്തിലെ ചെറിയ വിഹിതം ഒഴിച്ച് ബാക്കി തുക CPM MLAമാർ CPM സംസ്ഥാന കമ്മിറ്റിക്കും CPI MLAമാർ CPI സംസ്ഥാന കമ്മിറ്റിക്കും ലെവിയായി നൽകണം. അതായത് MLAമാർ സർക്കാർ വരുമാനം കൊണ്ട് വലിയ സമ്പന്നരാണ് എന്ന് ധരിക്കേണ്ടതില്ല എന്നർത്ഥം. ശ്രീലേഖ പ്രസാദിനോട് MLA ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടതിൻ്റെ തുടർച്ചയിൽ സംഘപരിവാർ BJP പ്രൊഫൈലുകൾ അവരുടെ സ്ഥിരം പരിപാടിയായ നുണപ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ നിശ്ചയിച്ച വാടക കോർപ്പറേഷൻ അടച്ച് MLA ഓഫീസ് വാടകയ്ക്ക് ഉപയോഗിക്കുന്നത് വലിയ അഴിമതി എന്ന നിലയിലാണ് അവർ പ്രചരണം നടത്തുന്നത്. ഈ പ്രചാരകരോടാണ് കോർപ്പറേഷൻ വക കൊമേഴ്സ്യൽ കെട്ടിടത്തിൽ ഒഴിവുണ്ടെങ്കിൽ മാത്രം കൗൺസിലർക്ക് ഒരു മുറി സൗജന്യമായി ഓഫീസ് ആവശ്യത്തിന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ വാടകയ്ക്ക് ഓഫീസ് എടുത്താൽ പ്രതിമാസം 8,000 വരെ വാടക ഇനത്തിൽ കോർപ്പറേഷൻ നൽകുന്നതാണ്. മനസ്സിലായെന്ന് കരുതുന്നു. എന്തായാലും ശ്രീലേഖയ്ക്ക് ആശ്വസിക്കാം. പ്രധാനപ്പെട്ട BJP നേതാക്കൾ ആരും ശ്രീലേഖയുടെ വാദങ്ങൾ അംഗീകരിച്ച് രംഗത്ത് വന്നില്ലെങ്കിലും കോൺഗ്രസ്സുകാർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് മേയർ K. ശബരിനാഥ് VK പ്രശാന്തിന് എന്തോ MLA ഹോസ്റ്റലിൽ ഓഫീസ് തുടങ്ങിയാൽ പോരെ എന്ന് ചോദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ വട്ടിയൂർക്കാവിലെ മുൻ MLA K. മുരളീധരൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. പുള്ളി പറയുന്നത് താൻ 8 വർഷം ഓഫീസ് ഉപയോഗിച്ചത് MLA ക്വാർട്ടേഴ്സിലെ മുറിയാണെന്നും ഒരു അസൗകര്യവും അവിടെ ആർക്കും ഉണ്ടായില്ല എന്നുമാണ്. ശ്രീലേഖ പറഞ്ഞ വാദങ്ങളെ BJP നേതാക്കൾ പിന്താങ്ങിയില്ല എന്നുള്ളത് കൊണ്ട് ശ്രീലേഖയ്ക്ക് വിഷമം വരാൻ സാധ്യതയില്ല. അതിനേക്കാൾ ഗംഭീരമായി, വളരെ ശക്തമായി കോൺഗ്രസ് നേതാക്കൾ അതിനെ പിന്താങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സംഘികൾ ഇത് വിവാദമാക്കുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഒരു പ്രചരണ ടൂൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീലേഖ കാണിച്ചത് അല്പത്തരമാണെന്ന് തലയ്ക്ക് ആളുതാമസമുള്ള BJPക്കാർക്ക് നന്നായി അറിയാം. പക്ഷേ അത് അല്പത്തരമാണെങ്കിലും സംഘികൾ അത് ആഘോഷിക്കും. കാരണം എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാനാണെങ്കിലും അവർക്ക് ശകലം ബുദ്ധി വേണ്ടേ. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം, അവർക്ക് ബുദ്ധി കുറഞ്ഞു പോയതാണോ അതോ കൂടിപ്പോയതാണോ എന്ന കാര്യം ഇപ്പോഴും അറിയില്ല.